എങ്ങനെയാണ് പോലീസിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സംവിധാനത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോലീസിന്, ഈ ഡാൻസ് ഓഫിന് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്താൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രി ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ലേ പോലീസിന് ഈ ഡാൻസ് ഓഫിന് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ കഴിയില്ല, അവരുടെ അധികാര പരിധിയിൽ പെടുന്ന ഒന്നല്ല ഇതെന്ന്? മാധു, ഇവിടുത്തെ വിഷയം, ഇവിടെ മാധു ശരിയായവണ്ണം ചോദിച്ചതുപോലെ സ്വർണ്ണക്കടത്ത് ലോബിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു MLA തൻ്റെ കൂടെ ഇടതുപക്ഷ പാർലമെൻ്ററി പാർട്ടിയിൽ ഇരിക്കുന്നു എന്ന് സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM-ലെ ഇന്നുള്ള ഏക നേതാവും, പോളിറ്റ് ബ്യൂറോയ്ക്കൊക്കെ മുകളിലുള്ള ഏക നേതാവുമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ പറയുമ്പോൾ, ആ പിണറായി വിജയന് ഈ അൻവറിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അതിദയനീയമാർന്ന സാഹചര്യത്തിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചെന്നെത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ എന്താ പറയുക ദയാവധം അർഹിക്കുന്ന CPM-ൻ്റെ ഗതികേടാണ് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇവിടെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ ആഗ്രഹിക്കുന്നു. PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത്, ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നുമില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട്, അത് മതി, ഇവിടെയൊക്കെ തന്നെ കാണും. അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല വസിഫെ, ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് പിണറായി വിജയനോ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയോ വിജയരാഘവനോ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയോ ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ MLA ആയിട്ടുള്ള PV അൻവറാണ്. അങ്ങനെ ഒരു ചുക്കും ചെയ്യാനില്ല എന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ഒന്നുകൂടി വായിച്ചു. അത് വായിച്ചപ്പോഴാണ് ഈ ചുക്കും ചെയ്യാനില്ല എന്നത് കേട്ട് വരണ്ട സെക്രട്ടേറിയറ്റിന് എനിക്ക് കാണാൻ സാധിച്ചത്. മാധു, സെക്രട്ടേറിയറ്റിൻ്റെ 2 പ്രസ്താവനകൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ഒന്നാമത്തെ പ്രസ്താവനയിൽ അവസാനത്തെ വാക്ക് മാത്രം ഞാൻ വായിക്കാം. അത് PV അൻവർ MLA സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്കും ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധമായി മാറുകയാണ്. ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണം. ആജ്ഞയാണ്, നിർദ്ദേശമാണ്, പാർട്ടി തീരുമാനമാണ്. വസീഫെ, ഇത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ അതേ ഫേസ്ബുക്കിൽ മറ്റൊരു അത് എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. വസീഫെങ്കിലും മനസ്സിലാക്കണമല്ലോ. PV അൻവർ MLA സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്കും ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധമായി മാറുകയാണ്. ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാണക്കേടെ, നിന്റെ പേരാണോ CPM? PV അൻവറിനെ പോലെയുള്ള പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ്റെ മുമ്പിൽ, കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരാളിൻ്റെ മുമ്പിൽ കള്ളക്കടത്തും അതോടൊപ്പം തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നു എന്ന് പിണറായി വിജയൻ പറയാതെ പറഞ്ഞു വെച്ച ഒരു നേതാവിൻ്റെ മുമ്പിൽ സെക്രട്ടേറിയറ്റിന് ആദ്യം ഇട്ട ഫേസ്ബുക്കിൽ ലോകത്തെ മുഴുവൻ അറിയിച്ച് ആദ്യം ഇട്ട ആ പ്രസ്താവന തിരുത്തിയിട്ട് PV അൻവറിനോട് അഭ്യർത്ഥന നടത്തി എഡിറ്റ് ചെയ്യേണ്ട ഗതികേടുണ്ടായെങ്കിൽ ഈ CPM പിരിച്ചു വിട്ടിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് ഈ സഖാക്കന്മാർ പോകുന്നതല്ലേ വസീഫെ? ഒരു യുവാവായിട്ടുള്ള താങ്കളോട് ചോദിക്കുന്നു, നല്ലത്? ഇത്രയും ഗതികേട് ബാധിക്കാമോ? PV അൻവറിൻ്റെയും KT ജലീലിനെയും പോലെയുള്ള ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി എഴഞ്ഞ് അവരുടെ കാൽപാദത്തിൽ പിടിച്ച് അവരുടെ ഷൂ നക്കി ഒക്കെ എത്ര കാലം ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പാർട്ടിയെ നിങ്ങൾ കൊണ്ടുപോകും? ഇന്ന് നടന്ന ഒരു സംഭവം നിങ്ങൾക്കറിയോ? ഇന്ന് പത്തനംതിട്ടയിൽ നിങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയത് SDPIയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഖാക്കന്മാർ SDPIക്കാരനോടൊപ്പം ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് രാജിവെച്ചു പോയ ദിവസം കൂടിയാണ് ഇന്ന് എന്ന് നിങ്ങൾ ഓർക്കണം. ആലപ്പുഴയിൽ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് SDPIക്കാരനാണ് CPM ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് സഖാക്കന്മാർ എത്ര പേരാ രാജിവെച്ചു പോയത്? 10-25 പേർ രാജിവെച്ചു പോയില്ലേ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ കാണേണ്ടത് PV അൻവറും KT ജലീലും പോലെയുള്ളവർ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ സമ്പൂർണ്ണമായിട്ടും ഗ്രസിച്ചിരിക്കുന്ന ക്യാൻസറായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു.
ഇതിലെ തത്വദീക്ഷയോടുകൂടി ആദർശബോധത്തോടുകൂടി ഇനി CPM-നകത്ത് ഒരുവന് പോലും നിൽക്കാൻ പറ്റില്ല. ഈ PV അൻവറിന്റെ അടിയാളന്മാരായിട്ടുള്ള പോളിറ്റ് ബ്യൂറോയ്ക്കും സെക്രട്ടേറിയറ്റിനും മാത്രമേ ഈ നാട്ടിൽ സ്ഥാനമുള്ളൂ എന്നുള്ള ഗതികെട്ട അവസ്ഥയിൽ നിന്ന് ഇനി ഈ CPM-നെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ അഭ്യർത്ഥനയും നിർദ്ദേശവും ആജ്ഞയും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ വ്യക്തമാകും.